5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇത് അത്രയും നമ്മൾ പോകത്തില്ല. റിലേറ്റീവ്ലി ഇച്ചിരി കൂടെ കുറച്ചേ നമ്മൾ പോകത്തുള്ളൂ. 3 സെന്റിമീറ്റർ വരെയൊക്കെ നമ്മൾ പോകത്തുള്ളൂ ഇൻഫൻസ് പൊടിക്കുഞ്ഞുങ്ങളാകുമ്പോൾ. പിന്നെ നമ്മൾ മറ്റേതെങ്ങനെ പറഞ്ഞത് നമ്മുടെ കൈയുടെ ഹീൽ ഓഫ് ദ പാം വെച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ നമ്മൾക്കത് മാറും. നമ്മൾക്കത് 2 ടെക്നിക്കാണ് ഒന്നുള്ളത് നമുക്കുള്ളത്. ഇതൊന്ന് മാറ്റിയിടാം. നമ്മൾക്ക് ഒരാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ടാണ്, നല്ല ആരോഗ്യമുള്ള ഒരു അഡൽട്ട് ആണെങ്കിൽ നമുക്ക് 2 ഫിംഗർ ടെക്നിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. നമ്മുടെ 2 വിരലുകൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള 2 വിരലുകൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് അത് കൊടുക്കുന്നത്. 30-30:2 റേഷ്യോയിൽ നമുക്ക് കൊടുക്കാം. 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മറ്റേത് 5 സെന്റിമീറ്റർ എങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു 3 സെന്റിമീറ്റർ പോയാൽ മതി. ഇത് ഒരു ടെക്നിക്ക്. രണ്ടാമത്തെ ടെക്നിക്കിൽ നമ്മൾ എൻസർക്കിളിങ് 2 തമ്പ് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് കൈ 2 നമ്മളിങ്ങനെ ബേബിയുടെ ബോഡി എൻസർക്കിൾ ചെയ്ത് ഇതേപോലെ നമുക്ക് കംപ്രഷൻസ് കൊടുക്കാൻ പറ്റും. ഈ കൊടുക്കുന്നതിൻ്റെ കൂടി ഈസി അല്ല, റിയൽ ലൈഫിൽ കൊടുക്കുമ്പോൾ പാടാണ്. എന്നാലും നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ട ടെക്നിക്ക്. 2 വിരൽ കൈ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു കൈ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ഫിംഗർ ടെക്നിക്ക് വെച്ച് നമുക്ക് കംപ്രഷൻസ് കൊടുക്കാൻ പറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം റിമെയിൻസ് സെയിം ആണ്. നമ്മൾ റേഷ്യോയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഒരു കുഞ്ഞുങ്ങളുടെ കാര്യം സംസാരിക്കാൻ നമ്മൾ ഒരു കാര്യം കൂടെ, നമുക്ക് ചോക്കിങ്. നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാരണമാണ് ഫുഡ് കുടുങ്ങിയ ആൾക്കാർ മരിക്കുക എന്നുള്ളത്. അത് കുഞ്ഞുങ്ങളിലും പ്രായമുള്ളവരിലും ആണ് കോമൺ. എന്നിരുന്നാൽ പോലും അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള അഡൽട്സിന് പോലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് കാണത്തില്ല, മാളുകളിലെ ഫുഡ് കോർട്ടിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ആർക്ക് വേണ്ട നമുക്ക് സംഭവിക്കുന്നത്, കൊച്ചുങ്ങൾ വായിൽ ഓരോന്ന് എടുത്തിടും, അല്ലെങ്കിൽ വെപ്രാളം ഫുഡ് മറ്റേ TV കണ്ടുകൊണ്ട് എന്തെങ്കിലും ഫുഡ് എടുത്ത് വായിലിടും. ചോക്കിങ് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അഡൽട്സിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ നമുക്ക് വരുന്നത് യൂണിവേഴ്സൽ ചോക്കിങ് സൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. പോലുള്ള, അതായത് നമ്മുടെ എയർവേയിൽ എന്തെങ്കിലും പാർഷ്യലായി അടഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുന്നത്. അതായത് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് എല്ലാവരും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തോ ചെയ്യുന്നത് പറഞ്ഞാൽ ആ മാനുവർ, ഹെൽമിച്ച് മാനുവർ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഫോറിൻ ബോഡിയെ നമ്മൾ പുറത്ത് എക്സ്പെൽ ചെയ്യാൻ ചെയ്യുന്ന മാനുവറിനെ നമ്മൾ പറയുന്നത് ഹെൽമിച്ച് മാനുവർ എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിന് ചെയ്യേണ്ടത് നമ്മുടെ കൈ, സ്ട്രോങ്ങർ ഹാൻഡ്, കേൾക്കുന്നത് സോറി, നമ്മൾ ഹെൽമിച്ച് മാനുവർ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഈ ഫോറിൻ ബോഡി, ഈ നമ്മളുടെ എയർവേയിൽ എവിടെയോ കുടുങ്ങിയിരിക്കുന്ന ഫോറിൻ ബോഡിയെ നമ്മൾ പുറത്ത് എക്സ്പെൽ ചെയ്ത് കളയാൻ ചെയ്യുന്ന മാനുവറിന് നമ്മളെ ടെക്നിക്കിൽ പറഞ്ഞ ഹെൽമിച്ച് മാനുവർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രോമിനന്റ് ഹാൻഡ്, മെജോറിറ്റി ആൾക്കാർ റൈറ്റ് ഹാൻഡ് ഡോമിനന്റ് ആയിരിക്കും. നമ്മുടെ ഡോമിനന്റ് ഹാൻഡിൽ മുഷ്ടി ചുരുട്ടിയിട്ട് നമ്മൾ ഇവിടെ വെക്കും. നമ്മളുടെ ഈ റിബ്സിന്റെ തൊട്ട് താഴെയും പുക്കിളിന്റെ കുറച്ച് മുകളിലുമായിട്ട് നമ്മൾ ഇവിടെ വെക്കും. എന്നിട്ട് മറ്റേ കൈ വെച്ച് നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ട് നമ്മൾ ആളെ നല്ല ശക്തിയായി അപ്വേർഡ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ മുകളിലോട്ടുള്ളൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തോ പറ്റുന്നത് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ഒരു എയറിന്റെ മൂവ്മെന്റും നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു പ്രഷറും കാരണം ഈ ഫോറിൻ ബോഡി എക്സ്പെൽ ആയി പുറത്ത് പോകണം എന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം അതിന്റെ സൈൻ ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ആയിരിക്കും. നമുക്കിത് പല കാര്യങ്ങളും നമുക്ക് ഫുഡ് തന്നെ വേണം. നമ്മുടെ ഡേഞ്ചറസ്, നമ്മുടെ വെപ്പ് പല്ല് വരെ നമ്മൾക്ക് ഇങ്ങനെ ഫോറിൻ ബോഡി ആസ്പിറേഷൻ വരാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്ട്രോങ് ഡോമിനന്റ് ഹാൻഡ് മുഷ്ടി എടുക്കുന്നു, നമ്മളുടെ റിബ്സിന്റെ ഇച്ചിരി താഴെയായിട്ട് വെക്കുന്നു, പുക്കിളിന്റെ കുറച്ച് മുകളിലായിട്ട് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഇതേ മോഷനാണ്. അപ്പം നമ്മൾ ഇച്ചിരി കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ സപ്പോർട്ട് കിട്ടും. നമ്മൾ ആളെ ഇങ്ങനെ എടുത്ത് മുകളിലോട്ട് വലിക്കുന്നു. വേദനിക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വെച്ച് ഒത്തിരി അമക്കാത്തത്. പക്ഷെ നമ്മൾ നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ എത്ര നേരം ഇത് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അൺടിൽ ദാറ്റ് ഫോറിൻ ബോഡി നമ്മുടെ വായിൽ നിന്ന് തെറിച്ചു പോകുന്നവരെ, അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ കൊളാപ്സ് ആയി വീഴുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ സാധനം തെറിച്ചു പോകണം, അല്ലെങ്കിൽ ആളുടെ വായി വരണം, ആൾ പറയണം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വായിൽ നിന്ന് എടുത്ത് കളയാനുള്ള സിറ്റുവേഷൻ വരണം, അല്ലെങ്കിൽ ആൾ കൊളാപ്സായി വീഴും. വീണ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം പറഞ്ഞ സംഭവങ്ങളിലേക്ക് മാറും. വീണ്ടും CPR-ഉം റെസ്ക്യൂ ബ്രത്തിലേക്ക് നമ്മൾ മാറും. അതിന് അത്രയും നേരം നമ്മൾ മാക്സിമം ഈ സാധനത്തിനെ പുറത്തെടുത്ത് കളയാൻ നോക്കുന്നു.
പുറത്ത് പോകാതെ ആൾക്ക് ഓക്സിജൻ കിട്ടാതെ ആളെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ CPR മാറി ആളുടെ ഹാർട്ടിനെ വീണ്ടും പമ്പ് ചെയ്യിപ്പിച്ചെടുക്കാൻ നോക്കുന്നു. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇത് തന്നെ പിള്ളേരാകുമ്പോൾ അഡൽസിനും ടോട്ടലേഴ്സും, നമ്മുടെ കൊച്ചു പിള്ളേർ ഒരു 2 വയസ്സ് 3 വയസ്സ് വരെയുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് ഇതേ ടെക്നിക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് അവരുടെ പൊസിഷനിൽ അവരുടെ ഹൈറ്റിൽ വന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഹെൽപ്പ് വേണ്ട വ്യക്തിക്ക് ഇച്ചിരി നല്ല വണ്ണമുള്ള ഒരാളാണ്, നമ്മൾക്ക് അവർ അത്രയും ഹൈറ്റ് വരുന്നില്ല, നമുക്ക് ആളെ മുട്ടുകുത്തിരിക്കാൻ പറ്റും. ആളോട് നമുക്ക് നീൽ ഡൗൺ ചെയ്യാൻ പറഞ്ഞ് ഇതേ ടെക്നിക്കല്ലേ. ഇപ്പോൾ നല്ല ഒബീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരട്ടെ, നമുക്ക് അത്രയും ഹെൽത്തി ആവണമെന്നില്ല. അപ്പം നമുക്ക് ആ ആളെ നമുക്ക് മുട്ടുകുത്തിരിക്കാൻ പറ്റും. മുട്ടുകുത്തിയിട്ട് ഇതേ ടെക്നിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളിത് ടെക്നിക്ക് ഇച്ചിരി മാറും. കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളതിന് ബാക്ക് റെസ്റ്റും ചെസ്റ്റ് കംപ്രഷൻസുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും വായി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനെ നമ്മൾ എടുക്കും, ഇരുന്ന് തന്നെയായിരിക്കും വെച്ച് കുഞ്ഞിനെ നമ്മൾ എടുക്കും, 5 ചെസ്റ്റ് കംപ്രഷൻസ്, 1 2 5 ചെസ്റ്റ് കംപ്രഷൻസ് 1 2 3 4 5. ഇത് 5 ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ തന്നെ മതി തല ഇച്ചിരി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷോൾഡർ ബ്ലേഡ് എന്ന് പറയും. നമ്മൾ ഈ ബാക്കിൽ നമ്മൾ കൈയൊക്കെ ബാക്കിലോട്ട് വരുന്ന 2 പൊങ്ങി വരുന്ന 2 എല്ലുകളുണ്ട്, നമ്മുടെ ഷോൾഡർ ബ്ലേഡ്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ നല്ല ശക്തിയായിട്ട് 5 ബാക്ക് സ്ലാപ്പ്. അത് കുഞ്ഞുങ്ങളാണ് ചെയ്യാൻ പേടി തോന്നും, പക്ഷേ നല്ല ശക്തിയായിട്ട് ചെയ്താലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇത് നല്ല അപ്പേ ഉപയോഗപ്പെടുത്തുള്ളൂ. ആ തട്ടുന്ന ഫോഴ്സിലായിരിക്കും ഈ സംഭവം താഴെ എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുന്ന എയർ നമ്മുടെ മൂക്ക് മുതൽ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഇത് കുടുങ്ങിയിരിക്കാം. അപ്പോൾ ആ സംഭവം തെറിച്ചു പോകണം. അപ്പം നല്ല ശക്തിയായിട്ട് തന്നെ നമ്മളിത് ചെയ്യും. 1 2 3 4 5. വീണ്ടും അതേപോലെ കുഞ്ഞിനെ നമ്മൾ തിരിക്കും, 5 കംപ്രഷൻ കൊടുക്കും ഇതേപോലെ തന്നെ. വീണ്ടും ഇതും നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ അൺടിൽ ഫോറിൻ ബോഡി ഗെറ്റ്സ് റിസോൾവ്സ്. ഒന്നീ ഫോറിൻ ബോഡി പുറത്ത് വരണം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ റെസ്പോൺസ് കുറയണം. റെസ്പോൺസ് അതായത് കുഞ്ഞിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് പെട്ടെന്ന് ആ വെപ്രാളം പെട്ടെന്ന് നിന്ന് കഴിയുമ്പോൾ ദാറ്റ് മീൻസ് കാർഡിയക് അറസ്റ്റിലേക്ക് പോയത്. അപ്പോഴത്തേക്ക് നമ്മളുടെ സിനോരിയം മാറി. നമ്മളതുപോലെ മറ്റേ മുന്നേ പറഞ്ഞ റൂട്ട് തന്നെ CPRും റെസ്ക്യൂ ബ്രത്തും ചെയ്തുകൊണ്ടിരിക്കുക അൺടിൽ ഹെൽപ്പ് അറിയും. സോ ഞാൻ ഇത്രയും നേരമായിട്ട് പോകാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പോയി കാണണം. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലേ ഇനി അത് പോകത്തുള്ളൂ എന്നുള്ള കൺസെപ്റ്റ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നവരുടെ ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശക്തിയായിട്ട് തട്ടിയാലേ പോകത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ തട്ടിയേ പോകത്തുള്ളൂ. നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് തന്നെ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ കിടത്തും, തല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കൊച്ചുങ്ങളിലൊക്കെ വെയിറ്റ് ഉണ്ട്, നമുക്ക് ഈ സപ്പോർട്ട് നമ്മുടെ ഈ കൈയുടെ ഭാഗം കൊണ്ട് നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കാലും കൂടെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത് 1 2 3 4 5. ഇത് ചെയ്യുക. അതേപോലെ തന്നെ കുഞ്ഞിനെ തിരിക്കുക. 1 2 3 4 5. ആവശ്യം വരാതിരിക്കട്ടെ, പക്ഷെ ആവശ്യം വന്നാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ടെക്നിക്കാണ്. ഇതാണ് നമ്മളുടെ അഡൽട്ട് BLS ഫോറിൻ ബോഡി ചോക്കിങ്. ഇതിനെക്കുറിച്ച് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി ബാക്കി ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുന്ന കണ്ടാൽ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. അറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് MI എന്ന് പറയും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, സ്ട്രോക്ക് എങ്ങനെ, അത് 3 കൂടെ നമുക്ക് പറയാം. എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്നാണ് പറയുന്നത് ഈ സെഷനകത്ത്. ലൈക്ക് ഇപ്പം നമുക്ക് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഇപ്പം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക്, ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ BP കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വേദന കാരണം, ചില ഷുഗറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വേദന തന്നെ വരണമെന്നില്ല, നെഞ്ചിന് വേദന തന്നെ വരണമെന്നില്ല. അപ്പോൾ യൂഷ്വലി നമുക്കൊരു ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ വേദനയായിട്ടല്ല കൂടുതലോട്ടും നമുക്കൊരു ഡിസ്കംഫോർട്ട്, ഒരു ഭാരം അല്ലെങ്കിൽ എന്തോ ഒന്ന് നമ്മുടെ നെഞ്ചത്തോട്ട് കയറ്റി വെച്ച ഒരു പ്രയാസം പോലെ, അങ്ങനെയാണ് യൂഷ്വലി ഈ ഒരു ഹാർട്ട് അറ്റാക്ക് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേദന അധികം അങ്ങനെ വരണമെന്നില്ല ആൾക്കാർക്ക്. എപ്പോഴും ഒരു ഭാരം, എനിക്കൊരു ഭാരം പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു എന്തോ എൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവുന്നുണ്ടെന്നുള്ള പറയാം. അത് നമുക്ക് വേണമെങ്കിൽ ആ വേദനകൾ നെഞ്ചത്ത് മാത്രമല്ല നമുക്ക് കൈകളിലേക്കും പോവാം, കഴുത്തിലേക്കും പോകാം. ചിലപ്പം ഈ വയറുവേദനയായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ECG ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഹൃദയാഘാതമായിട്ട് തന്നെ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത ആർക്കെങ്കിലും പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും, നെഞ്ചുവേദനയാണ്, നെഞ്ചിന് പ്രയാസം തോന്നുന്നു അല്ലെങ്കിൽ നെഞ്ചിന് ഭാരം തോന്നുന്നു ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇൻഫോം ചെയ്യുക. ഇങ്ങനൊരു പേഷ്യൻ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, നെഞ്ചുവേദനയാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയുക. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയമാണ് ഇതിനകത്ത് പ്രധാനം. നമുക്ക് ഈ ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് ആണ്, നമുക്ക് MI ആണ് എന്നുള്ള ECG വെച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു രോഗിക്ക് ഒരു ബുദ്ധിമുട്ട് തുടങ്ങി നമുക്ക് ആ ഒരു രോഗിയെ നമുക്ക് ആ ബ്ലോക്ക് ഉണ്ടാകുന്നത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സമയവും അതിനകത്ത് പ്രധാനമാണ്. നമുക്കൊരു 12 മണിക്കൂർ, നിശ്ചിത ഒരു 12 മണിക്കൂർ വേദന തുടങ്ങിയ ഒരു 12 മണിക്കൂറിൽ മുന്നേ ആണോ 12 മണിക്കൂറിന് ശേഷമാണോ എന്നുള്ളതാണ്. ഇപ്പോൾ വേദന ഉണ്ടായി ഒരു 12 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് നമുക്ക് പെട്ടെന്നൊരു പേഷ്യൻറ്റിനെ കാണുകയാണ്, ഇപ്പോൾ വേദനയാണെന്ന് മനസ്സിലാക്കി നമ്മൾ വേഗം തന്നെ ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആ പേഷ്യൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. 1.5 മണിക്കൂറിനുള്ളിൽ രക്തം പിടിച്ചിട്ടുള്ള ഹൃദയാഘാതം ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രക്തം കട്ടിയായിരിക്കുന്നത് അറിയിക്കാനുള്ള മരുന്നുകളല്ല, അതല്ലാതെ നമ്മൾ പെർക്യൂട്ടിനസ് കൊറോണറി ഇന്റർവെൻഷൻ എന്ന് പറയും, PCI. നമ്മളിപ്പോൾ ഈ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1.5 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്ന സമയം. ഇപ്പം നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇപ്പം അതിനുള്ള സൗകര്യങ്ങളില്ല. കാത്ത് ലാബ് വേണം. എല്ലാ ഹോസ്പിറ്റലും കാത്ത് ലാബിലാണ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കാത്ത് ലാബ് ഉള്ള ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്യണം. നേരെ മറിച്ച് കാത്ത് ലാബ് ഇല്ലാത്ത ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മളത് കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നേരെ മറിച്ച് ഇപ്പോൾ അടുത്ത 2 മണിക്കൂറിൽ നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മരുന്നുകൾ കൊടുത്ത് ബ്ലോക്കിനെ മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച്. പിന്നെ 12 മണിക്കൂറിന് ശേഷമുള്ളതാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മരുന്നുകൾ കൊടുത്ത് തന്നെ അതിനെ അറിയിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വേദന തോന്നുവാണ്, അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് കുറേ നേരം വീട്ടിലൊക്കെ ഇരിക്കും. എന്നിട്ട് ബുദ്ധിമുട്ട് കൂടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയത്തായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട്, നേരെ മറിച്ച് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കരുതലാകുക. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുകയും ECG കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. 3 ദിവസവും വെച്ചിട്ട് വരുന്ന വ്യക്തികളെ നമ്മൾ കാണും. ഈ പറയുന്ന നെഞ്ചുവേദനയല്ലാതെ കൈക്ക് വേദനയും തൊണ്ടയ്ക്ക് വേദനയും താടിവേദനയായിട്ടൊക്കെ വെച്ചത് അതൊന്നും അറ്റാക്ക് കാര്യത്തിൽ എനിക്ക് അറ്റാക്ക് വരത്തില്ല, എനിക്ക് ഹാർട്ടിന് പ്രശ്നമില്ലെന്നൊരു കോൺഫിഡൻസ് ആയിട്ട് വെച്ച് അവസാനം ഈ നമ്മൾ മനുഷ്യരാണ്, ഹോസ്പിറ്റലുള്ളവരും മനുഷ്യരാണ്. അപ്പം എല്ലാവർക്കും പരിമിതികളുണ്ട്. ബുദ്ധിമുട്ടുകൾ മോശമാവുന്നവരെ നമ്മളും വെച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കാതിരിക്കാനും നോക്കുക. അതാണ് ഹാർട്ട് അറ്റാക്ക്, MI എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ മെക്കാനിസം തന്നെ. ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വന്നാൽ അത് ഹാർട്ട് അറ്റാക്ക്, MI. ബ്രെയിനിലെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വന്നാൽ അത് സ്ട്രോക്ക്. 2 ടൈപ്പ് സ്ട്രോക്ക് ഉണ്ട്. ബ്ലീഡിങ് കാരണമുള്ള സ്ട്രോക്ക് വരാം, ബ്ലോക്ക് കാരണമുള്ള സ്ട്രോക്ക് വരാം. അപ്പം നമുക്ക് ബ്ലോക്ക് കാരണമുള്ള സ്ട്രോക്കിനെ കുറിച്ച് നമുക്ക് ആദ്യമേ പറയാം. ബ്രെയിനിലേക്കുള്ള ഏതെങ്കിലും മേജർ ബ്ലഡ് വെസലിലേക്ക് എന്തെങ്കിലും കൊളസ്ട്രോൾ, ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഈ ക്ലോട്ടുകളൊക്കെ ഫോം ആവുന്ന പല കാരണങ്ങളും തന്നെ, കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ട് വരാം. എന്തെങ്കിലും ഇതുപോലെ കാൽസിഫിക്കേഷൻസ് കാണും, കൊളസ്ട്രോൾ, അൺകൺട്രോൾ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള സ്മോക്കിംഗ്, പല കാരണങ്ങൾ കൊണ്ടും ബ്ലഡ് വെസൽസ് നമുക്ക് ബ്ലോക്ക് ആകാം, നാരോയിങ്, ചുരുക്കം വരാം, പല രീതിയിലും അത് വരാം. അപ്പം എന്ത് പറ്റുന്നത്, ബ്രെയിനിലേക്കുള്ള ഒരു ബ്ലഡ് ഫ്ലോ കുറയും. ബ്രെയിനിലെ ആ പെർട്ടിക്കുലർ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്ക് ആ ഭാഗത്തേക്കുള്ള ഓക്സിജൻ്റെ അഭാവത കാരണം ആ ഫങ്ഷൻസ്, അതിപ്പോൾ സംസാരമായിട്ട് അനുബന്ധിച്ചുള്ള ഭാഗമാണെങ്കിൽ സംസാരത്തിനെ ബാധിക്കാം, അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ അനുബന്ധിച്ചുള്ളതാണെങ്കിൽ മൂവ്മെൻറ്റിനെ ബാധിക്കാം, കാഴ്ച അനുബന്ധിച്ചുള്ള ഏത് ഭാഗം അത് ബ്രെയിനാണോ അഫക്റ്റഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അതിനെ ഫാസ്റ്റ് എന്നായിരുന്നു നമ്മൾ പറയുന്നത്, അതിന് നമ്മൾ ഇച്ചിരി കൂടെ അഡ്വാൻസ് ആയിട്ട് ബി ഫാസ്റ്റ് എന്നുള്ള വരും. അപ്പം നമ്മുടെ ബാലൻസ്, ബി ഫോർ ബാലൻസ്, ഇ ഫോർ ഐ, നമുക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകൾ. ബാലൻസ് നമുക്ക് തലകറക്കം, അല്ലെങ്കിൽ നിൽക്കുമ്പോൾ ഒരു അൺസ്റ്റെബിലിറ്റി, നമുക്ക് ഒരു സൈഡിലോട്ട് വീണ് പോകുന്നതിൻ്റെ കൂട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണീക്കുമ്പോൾ ഒരു ചാഞ്ചാട്ടം, നമുക്ക് നേരെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ബാലൻസ്, ഐ, കാഴ്ചയിൽ തല കറങ്ങുന്നതിൻ്റെ കൂട്ട്, അല്ലെങ്കിൽ കണ്ണി പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇരുട്ട് കയറുന്നതിൻ്റെ കൂട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് എടുത്തടിച്ച് വീഴാൻ പോകുന്നതിൻ്റെ കൂട്ട് തല കറങ്ങുന്നു. അപ്പം ബാലൻസ്, ഐ മൂവ്മെൻറ്റ്. എഫ് ഫോർ ഫേഷ്യൽ കോടൽ,
സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു സൈഡിലോട്ട് കൂടിപ്പോകുന്നു, അല്ലെങ്കിൽ ഉണർന്ന് എണ്ണീറ്റ് വന്നപ്പോൾ ഒരു സൈഡിലോട്ട് കൂടിപ്പോകുന്നു. A4 ആൾട്ടേർഡ് സെൻസറി, നമ്മളുടെ നോർമൽ ബോധത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും ഉണ്ട് എന്തെങ്കിലുമുള്ള ചേഞ്ചസ്. അതിനാണ് ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. പിന്നെ സോറി, A4 ആംസ് വീക്ക്നെസ്, നമ്മുടെ കൈക്കും കാലുകൾക്കുള്ള ബലക്കുറവുകൾ. ആംസ്, നമ്മുടെ കൈക്ക് പെട്ടെന്ന് നമ്മൾ വെള്ളം ഗ്ലാസ് എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, ബട്ടൺസ് ഇടാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, ചീപ്പാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. S4 സ്പീച്ച് ഡിഫിക്കൽറ്റി. ഫാസ്റ്റിൻ്റെ A4 ആംസ് വീക്ക്നെസ്. S4 സ്പീച്ച്, നമ്മുടെ സംസാരത്തിലുള്ള കുഴച്ചിൽ, അല്ലെങ്കിൽ നമുക്ക് രോഗിക്ക് ചിലപ്പം തോന്നും നമ്മൾ സംസാരിക്കുന്നത് നോർമലായിട്ടാണെന്ന്, പക്ഷേ പുറത്ത് കേൾക്കുന്നവർക്കേ അത് കാണത്തുള്ളൂ. അപ്പം സ്ഥലകാല ബോധം ഇല്ലാതുള്ള സംസാരം വരാം, അല്ലെങ്കിൽ സംസാരിച്ച് പോകുമ്പോൾ കുഴച്ചിൽ വരാം. T എന്ന് പറയുമ്പം ടൈം ടു കോൾ എമർജൻസി, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ എമർജൻസിയിലേക്ക് വിളിച്ച് പറയാം, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് ആശുപത്രി പോവുക. അതാണ് ഫാസ്റ്റിൻ്റെ T. അപ്പം എന്തിനാണ് നമ്മൾ ഇതിൻ്റെ ഈ ടൈമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞല്ലോ, മിക്കവാറും സ്ട്രോക്ക് സംഭവിക്കുന്നത് രക്തത്തിൽ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ബ്ലഡ് വെസലിലുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിന് ഒരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്, വിൻഡോ പീരീഡ് നമ്മൾ പറയും, 4.5 മണിക്കൂർ. ഈ 4.5 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, അതിനുള്ള സജ്ജീകരണമുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്ത് സ്ട്രോക്കിനെ അലിയിക്കാൻ പറ്റും. അത് എല്ലാ തരം സ്ട്രോക്കിനെ പറ്റത്തില്ല, ബ്ലീഡിങ് ഉള്ള സ്ട്രോക്കുകളെ പറ്റത്തില്ല, ഒരുപാട് വലിയ സ്ട്രോക്കുകൾ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഈ മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഉള്ള മരുന്നാണ്. ചില മരുന്നുകൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകളാണ്. അപ്പം ഒരിക്കലും 4.5 മണിക്കൂറിൽ വന്നു എന്തുകൊണ്ട് അലിയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കണം. എല്ലാ സാഹചര്യത്തിലും പറ്റും, പക്ഷേ ഒരു മെജോറിറ്റി നമ്പർ ഓഫ് സ്ട്രോക്കുകളിൽ നമുക്കിതിനെ അലിയിച്ച് കളയാൻ പറ്റും. അലിയിച്ച് കളയാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് വരും, ബ്രെയിനിലേക്കുള്ള ആ ഭാഗത്തിലുള്ള രക്തയോട്ടം നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റും. അവിടുത്തെ ബ്രെയിനിൻ്റെ പേശികൾക്കുള്ള ഡാമേജിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ സ്ട്രോക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്നും പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ചില സ്ട്രോക്കുകളുണ്ട്, നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് ഉണർന്ന് വരുമ്പോഴായിരിക്കും സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ സ്ട്രോക്ക് സംഭവിച്ചിട്ടുള്ള രാത്രി എപ്പം വേണമെങ്കിലും സംഭവിച്ചതായിരിക്കാം. അപ്പം അതൊക്കെ നമുക്ക് വന്ന MRI സ്കാനും അല്ലെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും സ്ട്രോക്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ്, ഗോ ടു എ ഹോസ്പിറ്റൽ, ന്യൂറോ സജ്ജീകരണങ്ങളുള്ള ഒരു ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം റീസെൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ഈ ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നതിനോട് നമുക്ക് ബ്രെയിനിൻ്റെ ആൻജിയോഗ്രാമും ബ്രെയിനിനെ സ്റ്റെൻഡ് ചെയ്യാനും ബ്രെയിനിലുള്ള ബ്ലോക്ക് എടുത്ത് കളയാനും പറ്റും. അതും ഈ പറഞ്ഞുകൊണ്ട് എല്ലാ സ്ട്രോക്കുകൾക്കും നമുക്ക് പറ്റത്തില്ല. ചില സ്ട്രോക്കുകൾ നമ്മുടെ വലിയ ബ്രെയിനിൻ്റെ മേജർ ബ്ലഡ് വെസലുകളിലേക്കുള്ള ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തുറന്നു വിടാൻ പറ്റും. ബ്ലോക്ക് എടുത്ത് മാറ്റാനും സ്റ്റെൻഡ് ഇടാനായിട്ടും അവിടുത്തെ ബ്ലഡ് ഫ്ലോ റിസ്റ്റോർ ചെയ്യും. അതും എല്ലാ ഹോസ്പിറ്റലുകളിലും അതിൻ്റെ സജ്ജീകരണം കാണണമെന്നില്ല, എല്ലാ സ്ട്രോക്കുകളിലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്നും വരത്തില്ല. ഇനി വേറെ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ഉണ്ട് നമുക്ക്, ബ്ലീഡിങ് കാരണമുള്ളത്. അതിനും ഇതേപോലെ ഏർലി അവേഴ്സ്, അതിൻ്റെ സമയം ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുചെന്ന് ബ്രെയിനിലേക്കുള്ള നീർക്കെട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറയാനുള്ള മരുന്നുകളും ഒക്കെ കൊടുക്കാം. അപ്പം ഇതുപോലുള്ള ഈ നമ്മൾ ആദ്യം പറഞ്ഞില്ല, കാഴ്ചയിലുള്ള ബാലൻസിലുള്ളത്, കാഴ്ചയിലുള്ളത്, ഫേഷ്യൽ മുഖത്തുള്ള എന്തെങ്കിലും കോടല്, സംസാരത്തിലുള്ള എന്തെങ്കിലും, കൈക്ക് എന്തെങ്കിലും ബലക്കുറവോ, കൈക്കോ കാലിനുള്ള ബലക്കുറവോ, അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, സംസാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് വി ഹാവ് ടു ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്രയും നേരത്തെ നമ്മൾ ആശുപത്രി ചെല്ലുന്നു അത്രയും ബെറ്റർ ഔട്ട്കം ആൻഡ് റിക്കവറി നമുക്ക് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്കിനെ കുറിച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ബേസിക് ആയിട്ട് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ്, ചികിത്സാ രീതി സ്ട്രോക്കിനനുസരിച്ച് മാറും. ഒന്നേ അലിയിച്ച് കളയാൻ പറ്റും, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ സ്റ്റെൻറ്റ് ഇടാൻ പറ്റും, ചില സാഹചര്യങ്ങളിൽ ബ്ലീഡിങ് ആയിട്ടുള്ള സാഹചര്യങ്ങളാകുമ്പോൾ അതിൻ്റെ ചികിത്സാ രീതി പൂർണ്ണമായും മാറും. നമുക്ക് ആക്സിഡൻസിനെ കുറിച്ചും ഈ ഫോൾ ഫ്രം ഹൈറ്റ്, ഉയരത്തിൽ നിന്ന് വീണ, മരത്തിൽ നിന്ന് വീഴുക, അതിനെക്കുറിച്ചും കൂടെ നമുക്ക് ഡോക്ടർ മുസ്ലിം സംസാരിക്കാം. ആക്സിഡൻറ്റിനെ കുറിച്ചിട്ടും ഈ ഹൈറ്റിൽ നിന്ന് വീഴുന്നതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. എന്നുവെച്ചാൽ ആക്സിഡൻസിൽ നമ്മൾ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എടുത്ത് കൊണ്ടുവരും. അതിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ സ്പൈനിൽ ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യാത്ത പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അതൊരു മരണത്തിന് കാരണമാകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ആക്സിഡൻറ്റ് വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തലയും കഴുത്തും സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ.
ഇപ്പോൾ ആംബുലൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പൈൻ ബോർഡ്സ് അല്ലെങ്കിൽ സെർവിക്കൽ കോളേഴ്സ് ഒക്കെ ഉണ്ട്. സെർവൈക്കൽ കഴുത്തിൻ്റെ ഭാഗമൊക്കെ സ്റ്റെബിലിറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അത് വെച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കഴുത്തും തലയെല്ലാം സ്റ്റെബിലൈസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ മുറിവുകൾ എന്തെങ്കിലും ഉണ്ട്, പൊട്ടൽ എന്തെങ്കിലും ഉണ്ട്, എല്ലുകൾ പുറത്ത് വന്നിട്ടുണ്ട്, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കാർഡ്ബോർഡ്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ, അത് 2 സൈഡിൽ വെച്ചിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ട് അത് അനക്കാത്ത രീതിയിൽ കൊണ്ടുവരാം. മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ കഴുത്തും തലയും സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഇഞ്ചുറി വരുമ്പോൾ, സ്പൈനൽ ഇഞ്ചുറി വരുമ്പോൾ ഒരു മരണത്തിന് കാരണമുള്ള മോസ്റ്റ് കോമൺ ഫാക്ടറാണ്. പിന്നെ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുവാണെങ്കിലും മെയിനായിട്ട് നട്ടലുകൾക്കൊക്കെ ഇഞ്ചുറീസ് വരാനാണ് ചാൻസ് കൂടുതൽ. അതും നമ്മൾ എന്താ വെച്ചാൽ സ്പൈൻ ബോർഡ്, നമുക്ക് ആംബുലൻസ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പൈൻ ബോർഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ നമ്മളൊരു പരന്ന സ്ഥലത്ത് അനക്കാത്ത രീതിയിൽ, കഴുത്തുവാണെങ്കിലും ബാക്കൊക്കെ ആണെങ്കിലും അനക്കാത്ത രീതിയിൽ വെക്കുക. ഹെൽപ്പ് അറൈവ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ തലയും കഴുത്തും ഒന്നും അനക്കാതെ, ഇടുപ്പൊന്നും അനക്കാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവരും. ബാക്കി അങ്ങനെ നോക്കി. പിന്നെ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടോ എന്നൊക്കെ ഉള്ള സീറ്റൊക്കെ എടുത്തിട്ട് നോക്കിയിട്ട് അത് ഓക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ കോളറെല്ലാം മാറ്റാം. അങ്ങനെ പിന്നെ ബ്ലീഡിങ് എവിടെന്നെങ്കിലും ഇപ്പോൾ മുറിവായിട്ട് നല്ല നിൽക്കാതെ ബ്ലീഡിങ് ഒക്കെ വരുവാണെങ്കിൽ നല്ല കട്ടിയിൽ തുണിയൊക്കെ എടുത്തിട്ട് നമ്മൾ കംപ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. മാക്സിമം ആ മുറിവ് വരുന്ന ഭാഗത്ത് അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുക. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ അതൊരു കാരണമാണ്. അല്ലെങ്കിൽ ഇത് പറയുന്നത് നമ്മൾ സ്വന്തമായി ഭിത്തിയിലോ എല്ലാം പോയി കംപ്രഷൻ കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ കൈ വെച്ച് ഭിത്തിയിലോ എല്ലാം പോയി നമ്മൾ പ്രസ് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഭിത്തിയിലോ എല്ലാം പോയി നമ്മൾ കൈ വെച്ച് നമ്മൾ തന്നെ പുഷ് ചെയ്ത് ഇതിനെ പുറത്ത് കളയാൻ പറ്റുമെന്ന്. ചുമയ്ക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, ചുമച്ച് ഈ ബോഡിയെ എക്സ്പെൽ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. ചുമ ആക്ച്വലി നമ്മുടെ ശരീരത്ത്, നമ്മുടെ എയർവേയിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, എന്തെങ്കിലും കഫമാണെങ്കിൽ കഫം, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുഡ് പാർട്ടിക്കൽ ആണെങ്കിൽ അതിനെ പുറത്ത് കളയാനുള്ള മെക്കാനിസമാണ് ബോഡിക്ക്. അപ്പം കുറച്ച് ചുമച്ചാൽ പുറത്ത് വന്നേക്കാം. അത് പിന്നെ നമ്മൾക്ക് ഈ ഒറിജിനൽ ടെക്നിക്കിൻ്റെ അത്രയും നമുക്ക് ഹെൽമെറ്റ് ടെക്നിക്കിൻ്റെ അത്രയും നമുക്കൊരു ഉപയോഗമുള്ളതായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചുമയ്ക്കാം. ആരും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ചുമയ്ക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സെൽഫ് ഹെൽമെറ്റ് ടെക്നിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആക്സിഡൻസിൻ്റെയും ഫോൾസിനും നമ്മൾ ഉയർത്തി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു ആക്സിഡൻ്റായി, ഒരു ബൈക്ക് ആക്സിഡൻ്റായിട്ട് ഒരു ഹെൽമെറ്റ് വെച്ചൊരു വ്യക്തി കിടക്കുവാണെങ്കിൽ നമ്മൾ അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഓടിപ്പോയി ഒന്ന് ഹെൽമെറ്റ് വലിച്ചു വിടാൻ നോക്കരുത്. ഒന്നീ ട്രെയിൻഡ് ആയിട്ടുള്ള EMTs, ഇത് നമ്മുടെ ആംബുലൻസിലൊക്കെ ഉള്ള EMTs ആയിരിക്കും, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ആയിരിക്കും. അവരിതിനെക്കുറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒന്നീ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനായിട്ട് 3 വർഷം ഇതിനെക്കുറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ മെഡിക്കൽ ടീമിൻ്റെ പ്രസൻസിൽ മാത്രമേ ഹെൽമെറ്റ് ഒക്കെ വലിച്ചു വിടാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു ലോങ് ടേം അപകടം അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് നമ്മുടെ സ്പൈനിന് എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളപ്പോഴാണ്. സ്പൈൻ, എസ്പെഷ്യലി നമ്മുടെ കഴുത്തിലുള്ള നമ്മൾ സെർവിക്കൽ സ്പൈൻ എന്ന് പറയും. അപ്പം ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. നമ്മൾ പാരലൈസിസ് വരാം, ആളുടെ പല കാരണങ്ങളെ ബാധിക്കും. അൾട്ടിമേറ്റ്ലി ആൾക്ക് പാരലൈസിസ്, ആൾക്ക് ബലക്കുറവും, ഒരു ക്രോണിക് ഡിസബിലിറ്റി സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഹെൽമെറ്റ് ഒക്കെ വലിച്ചു ഊരിക്കളഞ്ഞ് അതല്ല ചെയ്യേണ്ടത്. ആളെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർഫസിൽ കിടത്തുക, ആളുടെ നട്ടലും കാര്യങ്ങളിലും ഒന്നും വലിയ ബുദ്ധിമുട്ട് വരാത്ത റോഡിൽ നിന്നൊക്കെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തോട്ട് കിടത്തുക. ഹെൽമെറ്റ് ഒക്കെ നോക്കിയും കണ്ടും, ഹെൽമെറ്റ് ഊരിയാവുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ പോലും ഒരു മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ളവരുടെ പ്രസൻസ് ഊരാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മളുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ 4 കയ്യിലും കാലിലും കൂടെ നാട്ടിലുള്ള എല്ലാവരും പിടിച്ച് പൊക്കി കൊണ്ടുവന്ന് കിടത്തുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ മരത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാലും, ഒരു പാരപ്പറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാലും, സ്ലാബിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എല്ലാം അതാണ് ചെയ്യുന്നത്. പക്ഷെ എന്ത് പറ്റുന്നത് പറഞ്ഞാൽ മെയിൻ സംഭവം ഈ ബാക്കിലുള്ളതാണ്, നമ്മുടെ സ്പൈനും നട്ടലും ഒക്കെയാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയൊരു ഇഞ്ചുറിയെ കാണത്തുള്ളൂ. നമ്മൾ ഈ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കയ്യിലും കാലിലും ഒക്കെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കിടത്തുമ്പോഴത്തേക്കും ഉള്ള ഇഞ്ചുറി മോശമാകും. ചിലപ്പം നിസ്സാരമായിട്ട് ഒരു 15 ദിവസം 20 ദിവസം റെസ്റ്റിൽ ശരിയാവേണ്ട ഇഞ്ചുറി ചിലപ്പം ജീവിതകാലം ഫുള്ളും ഒരു ഡിസബിലിറ്റിയായി മാറും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബെഞ്ച്, ഇതേപോലത്തെ ഒരു ബെഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ആംബുലൻസിൽ വരുന്ന സ്ട്രെച്ചേഴ്സ്, അങ്ങനെയുള്ള ഹാർഡ് സേഫ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ കിടത്തി വേണം കൊണ്ടുപോകാൻ. ഹെൽമെറ്റ് ഒക്കെ ഊരി കഴിഞ്ഞാൽ നമ്മൾ
രണ്ട് സൈഡിലും പില്ലോയുടെ കൂടെ അല്ലെങ്കിൽ രണ്ട് സാധനം വെച്ച് നമ്മൾക്ക് അതിനുള്ള കോളേഴ്സും ബ്ലോക്സും ഈ നമ്മൾ കഴുത്ത് വേദനയ്ക്ക് നമ്മൾ ഇടുന്ന കോളർ ഉണ്ടല്ലോ, അതേപോലത്തെ കട്ടിയുള്ള കോളറൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കഴുത്താനങ്ങാതിരിക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് വേണം ആളെ മൊബിലൈസ് ചെയ്യാനായിട്ട്. അത് പൊക്കത്തിൽ നിന്ന് വീഴുകയാണെങ്കിലും ഈ ആക്സിഡൻസ്, സ്പീഡിലുള്ള ആക്സിഡൻസ് ആണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുപറ്റും, പൊട്ടി എല്ല് പുറത്തോട്ടൊക്കെ ഇരിക്കുന്ന എല്ലുകളാണെങ്കിൽ നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ മസിൽസിനും കൂടുതൽ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിനും എല്ലാം ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാർബോർഡോ വല്ലതും വെച്ച് ഒന്നുമില്ല, നമ്മുടെ തോർത്തോ ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു മുണ്ടോ വെച്ച് നമ്മൾ അപ്പുറത്തൊന്ന് കെട്ടി വെച്ചാൽ ഈ പൊട്ടിയിരിക്കുന്ന എല്ലാം കൊണ്ടൊന്നും അനങ്ങത്തില്ല. അതൊന്ന് സ്റ്റേബിളായിട്ട് അവിടെ ഇരിക്കും. ഒത്തിരി കട്ടിയായിട്ട് കെട്ടണം എന്നല്ല, ഒത്തിരി ശക്തിയായിട്ട് ഒത്തിരി ടൈറ്റായിട്ട് കെട്ടണമെന്നല്ല, എന്നാലും ഈ വൂണ്ടിനെയും ഈ പൊട്ടലിനെയും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് അത്രയും ഡോക്ടറിനും കാര്യങ്ങൾ എളുപ്പമാകും, രോഗിക്കും കൂടെ ലെസ് ഇഞ്ചുറി ഡാമേജ് വരത്തുള്ളൂ. ഇതാണ് നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചും CPR കുറിച്ചും ബാക്കി ചോക്കിങ്ങും അറ്റാക്ക്, സ്ട്രോക്ക്, ആക്സിഡൻസ് ഇതിനെക്കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പറഞ്ഞോ സാറേ, ഡ്രൗണിങ് വരുമ്പോഴും അറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വയറ്റി ഞെക്കുമ്പോൾ വെള്ളം പോകുന്നത് അതൊന്നുമില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻസ്, അതായത് ആളെ ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്താൻ പറ്റും. ബോധമുള്ള സ്വന്തമായി ബ്രീത്തിങ് ഉള്ള പൾസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ആക്കുന്നത്. നമ്മൾക്ക് ആളെ സൈഡിലോട്ട് ചരിച്ച് കിടത്താൻ പറ്റും. വായിൽ വല്ല വെള്ളവും അല്ലെങ്കിൽ മൂക്കിലോ വല്ലതൊക്കെ വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകട്ടെ. വായിലോ വല്ല ചെളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുല്ലോ പായലോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൈ വെച്ച് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആൾക്ക് പൾസ് ഇല്ല, ആൾക്ക് അനക്കമില്ല, ആൾക്ക് പൾസ് ഇല്ല, റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ പോകത്തുള്ളൂ. CPRും കൃത്രിമോശ്വാസം കൊടുക്കലും. അതുകൊണ്ട് മാത്രമേ നമ്മൾ അവിടെ പിന്നെ രക്ഷയുള്ളൂ. ആളുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ സ്പെസിഫിക് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ CPR ചെയ്യുക, കൃത്രിമമായി ശ്വാസം കൊടുക്കുക. പിന്നെ ഡ്രൗണിങ്ങിലൊക്കെ സാധാരണ വേണ്ടിയിട്ട് ഡ്രൗണിങ്ങിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. വായിക്കകത്തുണ്ടെങ്കിൽ ഫോറിൻ ബോഡിയൊക്കെ ഇരിക്കുന്നുണ്ട്, പായലൊക്കെ കയറിയിരിക്കാം, ചെളിയും മണ്ണൊക്കെ വെള്ളത്തിൽ നിന്ന് വല്ലതും ആ വെപ്രാളത്തിൽ അത് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാനുവൽ റിമൂവ് ചെയ്ത് കളയാം. പക്ഷേ അവിടെ അഭയം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് CPR കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് CPR നമുക്ക് ഹൃദയം വർക്ക് ചെയ്യാത്ത നിന്ന് പോയാൽ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് CPR കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് അതെ, കാർഡിയോളജിസ്റ്റ് ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മളിങ്ങനെ അത് ഞങ്ങൾക്ക് പറയാം. ഇപ്പം നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു ആശുപത്രിയിലോട്ട് ഒരു പോവാണ്, ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ഒരാൾക്ക് നെഞ്ചുവേദനയായിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ മിക്കവാറും ഉള്ള ഹോസ്പിറ്റലെല്ലാം ഒന്നീ കാർഡിയോളജി ആശുപത്രി തന്നെ കാണും, അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ. അതായത് പെട്ടെന്ന് നമുക്കൊരു സമയപരിമിതി ഉണ്ട്. ആ സമയപരിമിതിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്താവുന്ന രീതിയിൽ കാർഡിയോളജി കാണും. 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് കാർഡിയോളജി അവിടെ എത്തിയിരിക്കും. വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ആദ്യമേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കാണും. നമ്മൾ ECG എടുത്ത് നോക്കി ഹാർട്ടിലേക്കാണ് ഉറപ്പ് വരുത്തണം. ആളെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് അനുബന്ധിച്ച് ശ്വാസമുട്ടൽ വരും, അതിനെ നമ്മൾ ചികിത്സിക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് പാരലലി നമ്മുടെ കാർഡിയോളജിയോട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അപ്പം ഈ സ്ട്രോക്ക് ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും എന്തൊരു അസുഖമാണെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മൊബൈലുണ്ട്, എല്ലാവർക്കും ഫോണുണ്ട്. ആശുപത്രിയിൽ നമ്പർ കിട്ടുമെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി എല്ലാ ആശുപത്രിയിലും നമ്പർ കിട്ടും. അങ്ങനെ പോവുകയാണെങ്കിൽ, അങ്ങനെ സാഹചര്യം വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ട്രോക്ക് ആണോ സംശയമുണ്ട്, ഒരു ബലക്കുറവുണ്ട്, ഞങ്ങൾ ആശുപത്രിയിലോട്ട് വരുവാണ്, ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് അത്രയും ഉപകാരമാണ്. നമ്മൾക്കപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും. ഇങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ട്, MRIയിൽ വിളിച്ച് MRI ഫ്രീ ആക്കി വെക്കാൻ പറയണം. ന്യൂറോളജിസ്റ്റിനോട് നമ്മൾ വിളിച്ച് സൂചിപ്പിക്കും, ഇങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ട്, അലിയിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടി വരും. മരുന്നുകൾ നമ്മൾ എടുത്ത് വെക്കും. അതിനുള്ള ആൾക്കാർ അതിന് ഡെഡിക്കേറ്റഡായി ചിലപ്പോൾ 2 നഴ്സും ഒരു ഡോക്ടറും ഡെഡിക്കേറ്റഡ്. ഇന്ന ആൾ വരുമ്പോൾ നിങ്ങൾ ടേക്കപ്പ് ചെയ്യുക. അല്ല ഒരു ആക്സിഡന്റ് ആണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമുക്കത് എപ്പോഴും ഉപകരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി, ഒരു ബസ് തട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു കാഷ്വാലിറ്റി, അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ചെല്ലുകയാണെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, പേഷ്യന്റിനും അത് ഉപകരിക്കും. കാർഡിയോളജിസ്റ്റ് വന്നാലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അവർ ചെയ്ത് കാത്ത് ലാബിൽ കയറി അതിന്റെ ലൈൻ ഇടും. നമ്മൾ ബ്ലഡ് വെസലിൽ കൂടെ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ പ്രിപ്പറേഷൻസും ലൈനും ഒക്കെ ഇട്ട് അവർ റെഡിയാക്കി വെക്കും. കാർഡിയോളജിസ്റ്റ് വന്നവർ ചെയ്യും. ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്കിനനുസരിച്ച് സ്റ്റെന്റ് ഇടുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റെന്റ് ഇടുക എന്ന് ഉദ്ദേശിക്കുന്ന ആ ബ്ലോക്കിൽ, ആ ഒരു ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസലിനുള്ള ബ്ലോക്കിനെ നമ്മൾ തുറന്നു വിടുക.
അവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ കൂട്ടുള്ള ഒരു ചെറിയൊരു മെക്കാനിസം വെച്ച് അതിനെ വികസിപ്പിച്ച് കൊടുക്കുക, ബ്ലഡ് ഫ്ലോ റിസ്റ്റോർ ചെയ്യുക. അതാണ് സ്റ്റെന്റ് എന്ന് ഉദ്ദേശിച്ചത്. തൊടുപുഴയിലെ മിക്കവാറുള്ള എല്ലാ ലീഡിംഗ് ഹോസ്പിറ്റൽസിലും ഉണ്ട് കാത്ത് ലാബും. അതുപോലെ ഈ സ്ട്രോക്കിന്റെ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പോയി സമയം വേസ്റ്റ് ചെയ്യാതെ ന്യൂറോളജിസ്റ്റും ന്യൂറോ ബാക്കപ്പും ന്യൂറോ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ന്യൂറോ ICU ഉള്ള ഒരു ആശുപത്രിയിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും അത് നല്ലത്. പിന്നെ നമ്മൾക്ക് ഞങ്ങൾ അതാണ്, ഞങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ എമർജൻസി മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളായിരിക്കും പ്രാഥമിക ഫ്രണ്ട് ലൈൻ, ഫസ്റ്റ് ലൈൻ നമ്മളായിരിക്കും. നമ്മൾ ആളുകൾക്ക് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ആരാണ് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ പാമ്പ് കടിയുടെ മരുന്നും നമ്മൾക്കുണ്ട്, ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്മിത അവൈലബിൾ ആണ്, ASV ഉണ്ട്, ASV നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. അറിയില്ല, പക്ഷെ സ്മിതയിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ 4 ടൈപ്പ് പാമ്പുകൾക്കേ ഉള്ളൂ ഈ പ്രതിരോധ കുത്തിവയ്പ്പും കൊണ്ട് ആസച്ച് പ്രയോജനമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞ കുറേ കാര്യം. നമ്മുടെ നാട്ടിലുള്ള 4 മേജർ പാമ്പുകൾ, അതായത് സ്പെക്ടക്കിൾ കോബ്ര എന്ന് പറയുന്നത്, കോമൺ കോബ്ര, ശംഖുവരയൻ, കോമൺ ക്രേറ്റ്, റസൽസ് വൈപ്പർ, സോസ്കിയൽ വൈപ്പർ, ഇങ്ങനെ 4 പാമ്പുകൾക്കുമാണ് ഈ മരുന്ന് നീക്കത്തുള്ളൂ. ഇതല്ലാത്ത വിഷമുള്ള പാമ്പുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതിൻ്റെ ചികിത്സാ രീതിയും കാര്യങ്ങളൊക്കെ മാറും. അവൈലബിൾ നമുക്ക് ASV എന്ന് നമ്മൾ പറയുന്നത് ആൻറ്റി സ്നേക്ക് വരും, അവൈലബിൾ ആണ്. പക്ഷെ ഒരു പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വിഷമുള്ള പാമ്പാണെന്ന് നമ്മൾക്ക് 101% ഉറപ്പാണെങ്കിൽ പോലും അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ഇൻഡിക്കേഷൻസ് ഫോർ ഗീവിങ് ASV എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കത്തുള്ളൂ. അപ്പം വിഷമുള്ള പാമ്പ കടിച്ചെങ്കിൽ പോലും അതിന് എപ്പോഴും വിഷം കയറിയിട്ടുണ്ടാവണമെന്നില്ല. ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ആൻറ്റി സ്നേക്ക് വെനമുണ്ട്, അവൈലബിൾ ആണ്. പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുത്തിരിക്കണം. ഇത്രയും മെഡിസിനും എല്ലാം ഇത്രയും ഡെവലപ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും ചികിത്സയില്ലാത്ത ഒരു രോഗമാണ് പേവിഷബാധ. സാറേ അത് പല കാരണങ്ങൾ കാണാം. ഒന്ന്, വാക്സിൻ കറക്റ്റ് സമയത്തിനുള്ളിൽ എടുത്തിട്ടുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്സിൻ്റെ ക്വാളിറ്റി, ഈ വാക്സിൻസ് ഒക്കെ ഭയങ്കര ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ചിലപ്പം ഇതിനെ കൊണ്ടുവരുന്നതിനൊരു പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ വരാതിരിക്കും ഇതിൽ പറയാം. അല്ലെങ്കിൽ പ്രോപ്പർ പ്രോട്ടോക്കോൾ അനുസരിച്ച് പേവിഷബാധ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാം. പിന്നെ ഈ പറയുന്നതിനോട് വൈറസാണ്, മനുഷ്യനാണ്, നമ്മളുടെ കയ്യിലല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിന്. എടുക്കണം, എടുക്കാതിരിക്കരുത്. വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിലും പൂച്ചയ്ക്കും പട്ടിക്കും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പട്ടിയോ പൂച്ചയോ കടിച്ചു കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കണം. അത് മുറിവ് തൊലിയിൽ കൂടെ ആഴത്തിലുള്ള മുറിവാണ്, രക്തം വന്നിട്ടുണ്ടെങ്കിൽ മുറിവിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയും, അതും എടുത്തിരിക്കണം. വേദന കാണും, ഈ ഒരു 5 ദിവസം ആശുപത്രി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാണും. എന്നിരുന്നാൽ പോലും നമ്മൾ മടി കാണിക്കാതെ എടുക്കേണ്ട ഒരു സംഭവമാണ്. സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പേവിഷബാധ. ഉണ്ട്, വാക്സിനും ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബിൻ, അതായത് മുറിവിന് ചുറ്റും എടുക്കുന്ന മരുന്നും ഉണ്ട്, വാക്സിനേഷനും ഉണ്ട്. അത് അവൈലബിൾ ആണ്. അങ്ങനെ ആളുടെ ജീവന് അത്രയ്ക്ക് ഒരു ആപത്തില്ല, ആൾക്ക് ബോധത്തിൽ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ ഒരു തുറന്നൊരു മുറിവൊന്നുമില്ല, രക്തം വാർന്ന് പോകുന്നില്ലെന്നുള്ള സാഹചര്യമാണെങ്കിൽ ആംബുലൻസ് വിളിച്ചു വരുത്താനുള്ള സാവകാശം ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത്. സാറ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് വരുന്ന 90% ആൾക്കാരും അങ്ങനെ കിട്ടുന്ന വണ്ടിയിൽ ഓട്ടോ ആണെങ്കിൽ ഓട്ടോ, കാറാണെങ്കിൽ കാറ്, ആളെ അത് എടുത്തിട്ടുണ്ട് വരിക ചെയ്യുന്നത്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് നട്ടലിൻ്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ടില്ല. എടുത്തിരുന്ന രീതി നമുക്ക് ഒരു ബെഞ്ചോ, നമ്മുടെ പഴയ സാധാ ഇപ്പോൾ ഒന്നും ഇല്ല, പണ്ടൊക്കെ ബെഞ്ചുകളും ഇതുപോലത്തുള്ള സാധനങ്ങളൊക്കെ എല്ലാ വീടുകളിലും കാണുന്ന സാധനങ്ങളാണ്. ഫ്ലാറ്റ് സ്ട്രെയിറ്റ് സാധനം, ഒരു പലകയാണെങ്കിൽ ആളെ കിടത്താനുള്ള ശക്തിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പലകയാണെങ്കിലും മതി. ആള് നട്ടൽ ഒത്തിരി വളഞ്ഞു പോകാതെ അതിലെന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ ആ ഇഞ്ചുറി വീണ്ടും മോശമാകാതെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആംബുലൻസ് വന്നാലും അവർ മറ്റേ അവരുടെ സ്ട്രെച്ചറുണ്ട്, നമുക്ക് സ്പൈൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളുണ്ട്, റെഡ് കളറിലെയും ഒക്കെ വരും. നമ്മുടെ ഈ റാഫ്റ്റിൻ്റെ കൂട്ടിരിക്കും, വെള്ളത്തിൽ നീന്തുന്ന റാഫ്റ്റിൻ്റെ കൂട്ടിരിക്കും, അതിൽ ആളെ നമുക്ക് കയറ്റി കിടത്താൻ പറ്റും. ആ സാധനം വെച്ച് തന്നെ നമുക്ക് CTക്ക് കൊണ്ടുപോകാൻ പറ്റും, എക്സ്റേക്ക് കൊണ്ടുപോകാൻ പറ്റും,
അപ്പം ആളെ ഓരോ പ്രാവശ്യം ഓരോരുത്തർ കയറ്റി കിടത്തി കഴിയുമ്പോഴത്തേക്ക് ആളുടെ ഈ നട്ടലിനും സ്പൈനിനും ഉണ്ടാകുന്ന ഇഞ്ചുറി മോശമാകാതെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ല ആൾക്ക് അത്രയ്ക്ക് ഗുരുതരമായ ഒരു ഇഞ്ചുറിയാണ്, ഒരു രക്തം വാർന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നു. അങ്ങനത്തെ സാഹചര്യത്തെ ആംബുലൻസ് വരാൻ മണിക്കൂറുകൾ താമസിക്കും. 5 മിനിറ്റ് ആംബുലൻസ് എത്തുമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ ആംബുലൻസ് തന്നെയായിരിക്കും പ്രിഫേർഡ്. ആ ആംബുലൻസ് വരുന്ന സ്പീഡും നമ്മളെ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നതിന് കോമ്പൻസേറ്റ് ചെയ്തൊക്കെ ഉള്ളത്. അവർക്കാവുമ്പോൾ ഈ പ്രോപ്പർലി കിടത്തി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട് തന്നെ. അപ്പം അവരോടും പറയുക നട്ടലിന് ഇഷ്യൂ ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറയുക. അവരെ പല രീതിയിൽ ഇപ്പോൾ ഉള്ള ആംബുലൻസ് ഡ്രൈവേഴ്സിനൊക്കെ ഇതിനെക്കുറിച്ച് അത്യാവശ്യം ട്രെയിനിങ് ഉള്ളവരാണ്. അവരാ രീതിയിൽ മാനേജ് ചെയ്തോളും. ഇപ്പൊ ഒരുപാട് വരുന്നതാണ് ഈ ഒരുപാട് ഇൻസിഡൻസ് ഉള്ളത്. ജിമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ ഒന്നെങ്കിൽ ഒരു പോസിബിലിറ്റി ഇവർക്ക് അണ്ടർലൈൻ കാർഡിയാക് കോസ് വല്ലതും ഉണ്ടായിരിക്കും, ഹാർട്ടിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളുടെ ഓക്സിജൻ ഡിമാൻഡ് കൂടും. അപ്പം ഈ ബ്ലോക്ക് അവിടെ ഓൾറെഡി ഒരു ബ്ലോക്ക് അവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. നമ്മൾ ഈ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടും. അപ്പോൾ ഓക്സിജൻ ഡിമാൻഡ് നാച്ചുറലി കൂടി വരും. അപ്പോൾ ഈ നോർമലായിട്ടുള്ള ഹാർട്ടിനാണെങ്കിൽ പമ്പ് ചെയ്ത് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. നമ്മൾ ഓക്സിജൻ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റും കംപ്രഷനും എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു മെഷീൻ അല്ലേ ഇത്. അപ്പം അതിന് കഴിവുണ്ട്. പക്ഷേ ഒരു ഓൾറെഡി ഒരു ബ്ലോക്കുള്ള ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഹാർട്ടിന് അത് കോമ്പൻസേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആളുടെ ഹാർട്ടിന് കൂടുതൽ ഓക്സിജൻ വേണം, പക്ഷേ ഈ ബ്ലോക്കൊക്കെ ഉള്ള കാരണം അതവിടെ ഡെലിവർ ആകുന്നില്ല. എത്ര ബ്ലഡ് പമ്പ് ചെയ്യണമെന്ന് അതിന് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ ഒരു ബ്ലഡ് ഡെലിവർ ആവുന്നില്ല. ഡെലിവർ ആവാതിരിക്കുമ്പോൾ ഓക്സിജൻ്റെ അഭാവത കൂടും. ഓക്സിജൻ്റെ അഭാവത കൂടുമ്പോൾ അറ്റാക്കിൻ്റെ സിംറ്റംസ്, വേദനയും ബുദ്ധിമുട്ടുകൾ കൂടും. വരുമ്പോൾ ആൾ കൊളാപ്സ് ആവാം. പിന്നെ ഈ ഒത്തിരി ജിമ്മിലൊക്കെ പോകുന്നവർക്ക് വേറെ കുറേ ഹാർട്ടിൽ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കാർഡിയോമയോപ്പതീസിനൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കൊളാപ്സ് ആവുന്നത് കാണും. കൊണ്ട് ചെയ്യുമല്ലോ. ഇപ്പം ഒരു വ്യക്തിക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള വ്യക്തി, അതായത് ഷുഗർ, കൊളസ്ട്രോള്, സ്മോക്കിംഗ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് ഉള്ളൊരു വ്യക്തിക്ക് നമ്മൾക്ക് സ്ക്രീനിങ് ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് പ്രോപ്പർ ഇൻവേസീവ് ആൻജിയോഗ്രാം, അതായത് നമ്മൾ ബ്ലഡ് വെസലിൽ കൂടെ ഇതിട്ടിട്ട് ഡൈ ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പ്രോപ്പർ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റും. അല്ല CT ആൻജിയോഗ്രാമുകളുണ്ട്, മരുന്ന് കുത്തി വെച്ചിട്ട് CT ആയിട്ട് എടുക്കുന്നതുണ്ട്. അപ്പം അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു വ്യക്തിയാകുമ്പോൾ ഒരു പ്രോപ്പർ ആൻജിയോഗ്രാം ചെയ്യുന്നത് തന്നെ നല്ലത്. എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ അപ്പം തന്നെ ചെയ്യുകയും ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഈ ഇമേജ് എടുത്തിട്ട് പിന്നെ ഇതുമായിട്ട് കാർഡിയോളജിസ്റ്റിനെ സെക്കൻഡ് പോയി കണ്ട് പിന്നെ ഒരു ഡേറ്റ് എടുത്തിട്ട് വേണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റക്കൂട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് സാറേ. നമ്മൾക്ക് ആൾക്കാർ പലരും വരുന്നുണ്ട്. ഇപ്പോൾ വന്ന് ഇതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു വ്യക്തിയാണ്, ഞങ്ങൾക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടയ്ക്കിങ്ങനെ നെഞ്ചുവേദന വന്ന് പോകുന്നു, ഞങ്ങൾക്ക് ചെയ്ത് അങ്ങനെ സ്ക്രീനിങ്ങിനായിട്ട് നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് TMT, ത്രെഡ്മിൽ ടെസ്റ്റ്. അതിനാണ് ത്രെഡ്മിൽ ടെസ്റ്റ് നമ്മൾ ഈ പറഞ്ഞത് അച്ഛൻ ചോദിച്ചതിനോട് എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞത്. അതെ TMTയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്കിന് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നത് നമ്മൾ സ്ട്രെസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഹാർട്ടിനെ സ്ട്രെയിൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കുന്നതിനനുസരിച്ച് ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നു. ഓക്സിജൻ ഡിമാൻഡ് കൂടുമ്പോൾ ഹാർട്ടിന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ECG ലീഡുകളും എല്ലാം വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ആ ചിലപ്പോൾ ഈ TMT ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആൾക്ക് ECG ചേഞ്ചസ് വരാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് അവിടെ ബ്ലോക്ക് ഓൾറെഡി ഉണ്ട്, ഒരു അറ്റാക്ക് വളരെ അടുത്ത് തന്നെ ഒരു അറ്റാക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അപ്പം തന്നെ സ്ക്രീനിങ് ആൻജിയോ ചെയ്യും. സ്ക്രീനിങ് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അത് പേഷ്യന്റ് നമ്മൾ അത് കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ചെറുപ്പക്കാരനായിട്ട് ഒരു വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഒരു പേടി കാരണം നമുക്ക് കാണാറുള്ള ഇതുപോലെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ അച്ഛൻ പേടി കാരണം ഡെയിലി എമർജൻസി വരുന്ന കക്ഷികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എക്കോയും ഒരു ത്രെഡ്മിലൊക്കെ എടുത്തിടാൻ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ അയാൾക്ക് റീഇൻഷുറൻസ് ആണ്. പക്ഷെ ഒരു ഏജ് ഉള്ള ഒരു വ്യക്തിക്ക് TMT നോർമൽ ആണെന്ന് വെച്ച് നമ്മൾ എല്ലാ അബ്സല്യൂട്ട്ലി നോർമൽ എന്ന് പറയാൻ പറ്റിയൊന്നും വരത്തില്ല. TMTയിൽ നമുക്ക് ഒരു ഇൻഡ്യൂസിബിൾ ഇതായിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ.